നമസ്കാരം. അഗ്നിശമന ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. തീയും അഗ്നിശമന ഉപകരണങ്ങളും നിർവചിക്കുക. തീപിടുത്തങ്ങളുടെയും അഗ്നിശമന ഉപകരണങ്ങളുടെയും തരങ്ങൾ തിരിച്ചറിയുക. അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നടപടിക്രമം വ്യക്തമാക്കുക. ആദ്യം നമുക്ക് തീയെക്കുറിച്ച് പഠിക്കാം. ജ്വലിക്കുന്ന വസ്തുക്കൾ കത്തിക്കുന്നതാണ് തീ. അനാവശ്യമായ സ്ഥലത്തോ അവസരത്തിലോ അനിയന്ത്രിതമായ അളവിൽ തീപിടുത്തം വസ്തുവകകൾക്കും വസ്തുക്കൾക്കും കേടുപാടുകൾ വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യാം. 3 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് തീ തടയാൻ കഴിയും. അതായത് ഇന്ധനം, ചൂട്, ഓക്സിജൻ. തീ കത്തുന്നത് തുടരുന്നതിന് ഈ ഘടകങ്ങൾ ഒരു സംയോജനമായി ഉണ്ടായിരിക്കണം. നമുക്ക് ഇവ ഓരോന്നും ഹ്രസ്വമായി നോക്കാം. ഇന്ധനം. ആവശ്യത്തിന് ഓക്സിജനും താപവും നൽകിയാൽ ഏതെങ്കിലും പദാർത്ഥമോ ദ്രാവകമോ ഖരമോ വാതകമോ കത്തുന്നു. ചൂട്. ഇന്ധനം ഫ്ലാഷ് ഫയർ പോയിന്റിന്റെ താപനിലയിലെത്തുമ്പോൾ ഇത് തീ ആളിക്കത്തുന്നു. ഓക്സിജൻ. സാധാരണഗതിയിൽ തീ ആളിപ്പടരാതിരിക്കാൻ ആവശ്യമായ അളവിൽ ഓക്സിജൻ വായുവിലുണ്ടാകും. വായുവിൽ 21% ഓക്സിജൻ അടങ്ങിയിരിക്കുന്നു. ഇത് നേടുന്നതിന് 3 അടിസ്ഥാന മാർഗങ്ങളുണ്ട്. തീ അണയ്ക്കുക, തീ കെടുത്തുന്നു, തീ തണുപ്പിക്കുന്നു. തീയുടെ സമീപത്തുള്ള ഇന്ധനം നീക്കം ചെയ്തുകൊണ്ട് തീ അണയ്ക്കുക. സ്മദറിംഗ്. ഓക്സിജന്റെ വിതരണത്തിൽ നിന്ന് അഗ്നിയെ നുരയും മണലും മറ്റും കൊണ്ട് പുതപ്പിച്ച് വേർപെടുത്തിയാണ് സ്മദറിംഗ് നടത്തുന്നത്. തണുപ്പിക്കൽ. താപനില കുറയ്ക്കാൻ വെള്ളം ഉപയോഗിച്ചാണ് തണുപ്പിക്കൽ. ഇനി അഗ്നിബാധ തടയുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഭൂരിഭാഗം തീപിടുത്തങ്ങളും ആരംഭിക്കുന്നത് ചെറിയ പൊട്ടിത്തെറികളിൽ നിന്നാണ്. അത് അനിയന്ത്രിതമായ അളവിലുള്ള വലിയ തീകളായി മാറുന്നതുവരെ ശ്രദ്ധിക്കപ്പെടാതെ കത്തുന്നു. വളരെ തീപിടിക്കുന്ന ദ്രാവകങ്ങളും പെട്രോളിയം മിശ്രിതങ്ങളും ജ്വലിക്കുന്ന മെറ്റീരിയൽ സ്റ്റോറേജ് ഏരിയ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കണം. അടുത്തതായി നമുക്ക് തീയുടെ വർഗീകരണവും ശുപാർശ ചെയ്യുന്ന കെടുത്തുന്ന ഏജന്റുമാരും നോക്കാം. എ, ബി, സി, ഡി എന്നിങ്ങനെ ഇന്ധനത്തിന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കി തീയെ പ്രധാനമായും 4 തരംതിരിച്ചിരിക്കുന്നു. താഴെ കാണിച്ചിരിക്കുന്നത് പോലെ ഇലക്ട്രിക്കൽ, അടുക്കള അപകടങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ തീപിടുത്തങ്ങളെ യഥാക്രമം ക്ലാസ് ഇ, ക്ലാസ് എഫ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അഗ്നിശമന ഏജന്റുകൾ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. തീ കെടുത്താൻ ഉപയോഗിക്കുന്ന വസ്തു അല്ലെങ്കിൽ പദാർത്ഥമാണ് ഏജന്റ്. സാധാരണയായി, എന്നാൽ എല്ലായ്പ്പോഴുമല്ല, തീയിൽ സ്പ്രേ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമുള്ള ഒരു അഗ്നിശമന ഉപകരണത്തിൽ അടങ്ങിയിരിക്കുന്നു. ഒരു പ്രത്യേക തരം തീപിടുത്തത്തിന് ശരിയായ തരം ഏജന്റ് അറിയേണ്ടത് പ്രധാനമാണ്. തെറ്റായ ഒന്ന് ഉപയോഗിച്ച് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. ഇനി അഗ്നിശമന ഉപകരണങ്ങൾ എന്താണെന്ന് നോക്കാം. ചെറിയ തീപിടുത്തങ്ങൾ കെടുത്താനോ നിയന്ത്രിക്കാനോ ഉപയോഗിക്കുന്ന സജീവമായ അഗ്നിസംരക്ഷണ ഉപകരണമാണ് അഗ്നിശമന ഉപകരണം. വിവിധതരം തീപിടുത്തങ്ങളെ നേരിടാൻ വ്യത്യസ്ത അഗ്നിശമന ഏജന്റുകൾ ഉപയോഗിച്ച് പലതരം അഗ്നിശമന ഉപകരണങ്ങൾ ലഭ്യമാണ്. പ്രധാനമായും 5 തരം അഗ്നിശമന ഉപകരണങ്ങൾ ഉണ്ട്. അവ
വെള്ളം, നുര, പൊടി, കാർബൺ ഡൈ ഓക്സൈഡ്, വെറ്റ് കെമിക്കൽ, ഇവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യം നമുക്ക് ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള എക്സ്റ്റിങ്ക്വിഷറുകൾ നോക്കാം. ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള എക്സ്റ്റിങ്ക്വിഷറുകൾ വളരെ സാധാരണമാണ്. അവ ഖരവസ്തുക്കളിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഇതിൽ പേപ്പർ, മരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഖര ഇന്ധനം എന്നിവ ഉൾപ്പെടാം. ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള എക്സ്റ്റിങ്ക്വിഷറുകൾ പ്രധാനമായും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് പുറത്തു വരാൻ സഹായിക്കുന്നതിന് കംപ്രസ് ചെയ്ത വായു ഉപയോഗിക്കുന്നു. ചിലർക്ക് കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കുന്ന ഒരു അഡിറ്റീവും ഉണ്ടാകും. ഇനി നമുക്ക് ഫോം എക്സ്റ്റിങ്ക്വിഷറുകൾ നോക്കാം. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ, തീ പോലെ കത്തുന്ന ദ്രാവകങ്ങളിൽ നുരയെ കെടുത്തുന്നവ ഉപയോഗിക്കുന്നു. വാട്ടർ എക്സ്റ്റിങ്ക്വിഷറുകൾ പോലെ തന്നെ ഖര ഇന്ധന തീയിലും ഇവ പ്രയോഗിക്കാം. ഫോം അഗ്നിശമന ഉപകരണങ്ങൾ ജലത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. അതിനാൽ അവ ഖര ഇന്ധനങ്ങളിൽ ഉപയോഗിക്കാം. കൂടാതെ തണുപ്പിക്കൽ ഫലവുമുണ്ട്. അവയിൽ അക്വിയസ് ഫിലിം ഫോർമിംഗ് ഫോം അടങ്ങിയിട്ടുണ്ട്. അത് തീയെ മയപ്പെടുത്തുകയും ഏതു ജ്വലിക്കുന്ന നീരാവിയിലും മുദ്രയിടുകയും ചെയ്യുന്നു. ഇത് തീ ആളിക്കത്തുന്നത് തടയും. അതുകൊണ്ടാണ് കത്തുന്ന ദ്രാവകങ്ങൾ കൈകാര്യം ചെയ്യാൻ അവ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറുകളെ കുറിച്ച് പഠിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറുകൾ സാധാരണയായി ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നു. ഫോം എക്സ്റ്റിങ്ക്വിഷറുകൾ പോലെ തന്നെ കത്തുന്ന ദ്രാവകങ്ങൾ കെടുത്താനും അവ ഉപയോഗിക്കാം. ഓപ്പൺ എയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറുകൾ പൊതുവെ ഫലപ്രദമല്ല. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറുകൾ വൈദ്യുത തീപിടുത്തത്തിന് അനുയോജ്യമാണ് എന്നതിനാൽ അവ സാധാരണയായി ഓഫീസുകളിലോ ധാരാളം ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉള്ള സ്ഥലങ്ങളിലോ കാണപ്പെടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്വിഷറുകൾ ഒരു കറുത്ത ലേബൽ ഉപയോഗിക്കുന്നു. അടുത്തതായി നമുക്ക് ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷറുകളെക്കുറിച്ച് പഠിക്കാം. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ മിക്ക തീപിടുത്തങ്ങളിലും ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷറുകൾ ഉപയോഗിക്കാം. ഡ്രൈ പൗഡർ അഗ്നിശമന ഉപകരണങ്ങൾ എ, ബി, സി എന്നിവയിൽ ഉപയോഗിക്കാം. മഗ്നീഷ്യം, ടൈറ്റാനിയം തുടങ്ങിയ ലോഹങ്ങളിലെ ടൈപ്പ് ഡി തീ കെടുത്താനും ഇത് ഉപയോഗിക്കാം. ഡ്രൈ പൗഡർ എക്സ്റ്റിങ്ക്വിഷറുകൾ നീല ലേബൽ ഉപയോഗിക്കുന്നു. അടുത്തതായി നമുക്ക് വെറ്റ് കെമിക്കൽ എക്സ്റ്റിങ്ക്വിഷറുകൾ നോക്കാം. വെറ്റ് കെമിക്കൽ എക്സ്റ്റിങ്ക്വിഷറുകൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പാചക എണ്ണകളും കൊഴുപ്പുകളും ഇന്ധനമായുള്ള തീയിൽ ഉപയോഗിക്കാനാണ്. ഇത്തരത്തിലുള്ള എക്സ്റ്റിങ്ക്വിഷറുകൾ തീയെ തണുപ്പിക്കുകയും അണയ്ക്കുകയും ചെയ്യുന്നു. ജ്വലിക്കുന്ന ദ്രാവകങ്ങൾ, ജ്വലിക്കുന്ന വാതകങ്ങൾ, കത്തുന്ന ലോഹം, വൈദ്യുതത്തീ എന്നിവയിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. വെറ്റ് കെമിക്കൽ എക്സ്റ്റിങ്ക്വിഷറുകൾ മഞ്ഞ ലേബൽ ഉപയോഗിക്കുന്നു. അടുത്തതായി അഗ്നിശമന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടിക്രമം നോക്കാം. ഈ നടപടിക്രമത്തിൽ പ്രധാനമായും 3 ഘട്ടങ്ങളുണ്ട്. ഘട്ടം 1 മുന്നറിയിപ്പ്, ഘട്ടം 2 തീയുടെ തരംതിരിച്ചറിയൽ, ഘട്ടം 3 തീ കെടുത്തുക. ഈ ഘട്ടങ്ങൾ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യം നമുക്ക് അലർട്ടിംഗ് ഘട്ടം നോക്കാം. തീ കാണുമ്പോൾ തീ 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 എന്നൊക്കെ വിളിച്ച് ചുറ്റുമുള്ള ആളുകളെ അറിയിക്കുക. അഗ്നിശമന സേനയെ അറിയിക്കുക അല്ലെങ്കിൽ ഉടൻ അറിയിക്കാൻ ക്രമീകരണം നടത്തുക. എമർജൻസി എക്സിറ്റ് തുറന്ന് അവരോട് പുറത്തു പോകാൻ പറയുക. വൈദ്യുതി വിതരണം ഓഫ് ചെയ്യുക. ആളുകളെ തീയുടെ അടുത്തേക്ക് പോകാൻ അനുവദിക്കരുത്.
ആളുകൾക്കും അധികാരികൾക്കും മുന്നറിയിപ്പ് നൽകിയ ശേഷം തീയുടെ തരം തിരിച്ചറിയുക. ഇപ്പോൾ അതിൻ്റെ ടൈപ്പ് ബി ഫയർ അനുമാനിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമന ഉപകരണം ഉപയോഗിക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമന ഉപകരണം കണ്ടെത്തി എടുത്തതിന് ശേഷം അതിൻ്റെ കാലഹരണ തീയതി പരിശോധിക്കുക. മുദ്ര പൊട്ടിക്കുക. ഹാൻഡിലിൽ നിന്ന് സുരക്ഷാ പിൻ വലിക്കുക. തീയുടെ അടിത്തട്ടിലേക്ക് എക്സ്റ്റിങ്ക്വിഷർ നോസിലോ ഹോസോ ലക്ഷ്യമിടുക. സ്വയം താഴ്ന്നിരിക്കുക. ഏജന്റ് ഡിസ്ചാർജ് ചെയ്യാൻ ഹാൻഡിൽ ലിവർ പതുക്കെ ഞെക്കുക. തീ അണയ്ക്കുന്നതുവരെ ഇന്ധന തീയിൽ ഏകദേശം 15 സെന്റിമീറ്റർ. റീക്യാപ്പ് ചെയ്യാൻ നമ്മൾ ഇനി പറയുന്നവ ചെയ്യാൻ പഠിച്ചു. തീയും അഗ്നിശമന ഉപകരണങ്ങളും നിർവചിക്കുക. തീപിടുത്തങ്ങളുടെയും അഗ്നിശമന ഉപകരണങ്ങളുടെയും തരങ്ങൾ തിരിച്ചറിയുക. അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നടപടിക്രമം വ്യക്തമാക്കുക. അഗ്നിശമന ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള സെഷനാണ് ഇത്. അടുത്ത സെഷനിൽ കാണാം.